Hello, welcome back to next video lecture from the topic isentropic flow. Okay, in a certain diffuser has an area ratio 2:1. In certain diffuser, that is area ratio is equal to 2:1. If the air enters the diffuser with a Mach number of 0.8, that is air enters the Mach number, air enters the diffuser with a Mach number, that is M1 is equal to 0.8 and a pressure 0.5 meganewton per meter square and a temperature is equal to 60 degrees Celsius, that is air enters. Compute the exit Mach number, that is M2, C2 and percentage change in impulse function. We have to find out the percentage change in impulse function. In a certain diffuser has an area ratio 2:1, that is exit divided by inlet. 2:1 പറഞ്ഞ മീനിങ് എപ്പോഴും എക്സിറ്റ് ഡിവൈഡ് ബൈ ഇല്ലറ്റ്. ആദ്യത്തെ റേഷ്യോ A2 ഡിവൈഡ് ബൈ A1 ആ വാല്യൂ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ ഡൈവേർജിങ് ടൈപ്പ് ഡിഫ്യൂസർ. ഓക്കെ, ഈ 2:1 എന്ന് പറഞ്ഞ മീനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും നമ്മൾ എക്സിറ്റ് ഇല്ലറ്റ് ഡിവൈഡ് ബൈ എക്സിറ്റ് അല്ല, ഔട്ടർ ഡിവൈഡ് ബൈ ഇന്നർ ആ വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഔട്ടർ ഡിവൈഡ് ബൈ ഇന്നർ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് A2 ഡിവൈഡ് ബൈ A1 ഈസ് ഈക്വൽ ടു വാല്യൂ എന്തായിരിക്കും? അപ്പം A2 ഡിവൈഡ് ബൈ A1 ഈസ് ഈക്വൽ ടു 2. Okay, A2 divided by A1 is equal to 2. If the air enters the diffuser with a Mach number, that is M1 is equal to, that is therefore it is a diverging type. A2 is equal to A2 divided by A1 is equal to 2. That is A2 is equal to 2A1. Therefore it is a diverging type diffuser. Diverging type diffuser, that is equal to 1 inlet section, 2 properties, that is P1, T1, C1, M1, P01, T01. Similarly, P2, T2, C2, M2, P02, T02, A2. That is A1. Okay, that is A2 divided by A1 is equal to 2 and Mach number with a diffuser with a Mach number is equal to 0.8, that is inlet Mach number, that is M1 is equal to 0.8. കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നിട്ടില്ലായിരുന്നു വാല്യൂ, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 0.8. ദാറ്റ് ഈസ് ഫ്ലോ ഈസ് സബ്സോണിക്. ഓക്കെ, ഫ്ലോ ഈസ് സബ്സോണിക് അറ്റ് ദി ഇൻലെറ്റ്, ദെയർഫോർ എക്സിറ്റിലും ഫ്ലോ എന്തുമായിരിക്കും? സബ്സോണിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, പ്രഷർ ഓഫ് 0.5 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു P1 ഈസ് ഈക്വൽ ടു 0.5 into 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. T1 is equal to 60 degrees Celsius. Therefore, T1 is equal to 60 plus 273. That is T1 is equal to 333. T1 is equal to 333 Kelvin. Okay, compute the exit Mach number. We have to find out the value of M2. Exit Mach number, exit velocity and a percentage change in impulse function and percentage change in impulse function. We have to find out these values. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം മാഗ് നമ്പറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റിന് മാഗ് നമ്പർ തന്നത് കാരണം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഫ്ലോ സബ്സോണിക് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എക്സിറ്റ് എന്തുമായിരിക്കും? സബ്സോണിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിറ്റിലെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത ടൈം ആയിരുന്നു ഏരിയ റേഷ്യോ വെച്ചാൽ. എക്സിറ്റിലെ ഏതെങ്കിലും ഒരു വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഏരിയ എക്സിറ്റിലെ ഏതെങ്കിലും ഒരു ടൈം തന്നെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എനിക്ക് അവിടുത്തെ മാഗ് നമ്പറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഒന്നുകിൽ P2 തരണം, T2 തരണം, C2 തരണം. ഓക്കെ, അല്ലെങ്കിൽ P02, T02 കണ്ടുപിടിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സിറ്റിലെ മാഗ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്ത് തന്നിട്ടുണ്ട്? A2ന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? A1 ബൈ A സ്റ്റാർ അറിയാം, A2 ബൈ A സ്റ്റാർ, അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? M2ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നേരെ നമ്മൾ എന്തിലോട്ടാണ് പോകുന്നത്? ഏരിയ റേഷ്യോയിലോട്ടാണ് പോവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു A2 ഡിവൈഡ് ബൈ A1. A2 ഡിവൈഡ് ബൈ A1 എങ്ങനെ എഴുതാം? A2 ഡിവൈഡ് ബൈ A സ്റ്റാർ ദ ഹോൾ ഡിവൈഡ് ബൈ A1 ഡിവൈഡ് ബൈ A സ്റ്റാർ. A2 divided by A star the whole divided by A1 divided by A star. ഇതെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു M2. ഇതെന്തുമായിരിക്കും? M1 ഈസ് ഈക്വൽ ടു എത്ര? അത് മാഗ് നമ്പർ അറ്റ് ഇല്ലറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 കറസ്പോണ്ടിങ് വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു A2 by A1. A2 by A1 ഈസ് ഈക്വൽ ടു 2. A2 by A1 ഈസ് ഈക്വൽ ടു 2. Therefore 2 ഈസ് ഈക്വൽ ടു A2 divided by A star into M2. ദാറ്റ് ഈസ് ഇൻറ്റു M2 അല്ല, M2 മാഗ് നമ്പർ 2ന് മാഗ് നമ്പർ എക്സിറ്റ് മാഗ് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. A1 ബൈ A സ്റ്റാർ, ദാറ്റ് ഈസ് 0.8ന് കറസ്പോണ്ടിങ് ആയി A1 ബൈ A സ്റ്റാർ. 0.8ന് കറസ്പോണ്ടിങ് A1 ബൈ A സ്റ്റാർ. ഓക്കെ, 1.038 ഫ്രം പേജ് നമ്പർ 30. 1.038.
Page number 30. Okay, therefore A2 divided by A star Mach number exit condition is equal to 2 into 1.038. That is A2 divided by A star is equal to 2.076. 2.076. Okay, A2 divided by A star is equal to 2.076. ഇത് മതി. ഇതിൽ നിന്ന് എനിക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? M2ൻ്റെ കിട്ടത്തില്ലേ? നോക്കിക്കേ, 2.076. 2.076 വാല്യൂ വരുന്നത് എവിടെ നോക്കിയേ? 2.076 വാല്യൂ വരുന്നത് A by A0. 2.078. That is equal to 2.24. 2.076 അല്ലേ? 2.078. That is 2.24. ഈ മാർക്ക് നമ്പർ വാല്യൂ എടുക്കുമോ? ഇല്ല, കാരണം ഇത് സൂപ്പർ സോണിക്കാം. ഇത് വാല്യൂ എത്ര? സൂപ്പർ സോണിക്. M2 is equal to 2.24. ഇൻലെറ്റ് സബ്സോണിക് ആണെങ്കിൽ എക്സിറ്റ് സൂപ്പർ സോണിക് ആവുമോ? സൂപ്പർ സോണിക് ആവും. എപ്പോഴാണ്? കൺവേർജന്റ് ഡൈവേർജന്റ് ഡിവൈസ് ആണെങ്കിൽ. ഇത് അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അല്ല. ഇതെന്ന് പറയുന്നത് എന്താ? ഡൈവേർജിങ് ഡിഫ്യൂസർ. ഏരിയ ചേഞ്ച് ഇല്ല, ഏരിയ ചേഞ്ച് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞേക്കുന്നത്? ഡൈവേർജിങ് ഏരിയ വന്നേക്കുന്നത് അല്ലേ? അല്ലാതെ കൺവേർജിങ് ഡൈവേർജിങ് ടൈപ്പ് അല്ല. അപ്പോൾ 2.24 വരുമോ? ഇല്ല. ഇതിന് ചെയ്യേണ്ട കാര്യം, ഞാനിത് 2-3 പ്രോബ്ലത്തിൽ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ഞാനത് എടുത്ത് എഴുതുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് അല്ല, ഈ മാർക്ക് നമ്പർ അല്ല എടുക്കുന്നത്. എന്ത് പറയുന്നത്? 2.076. അപ്പോൾ 2.076 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. 2.1.1. ഓക്കെ, ഗ്രേറ്റർ വാല്യൂ വരുന്നത് 2.076. 2.076. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303. 2.09. ഓക്കെ, 2.076. 76 എന്ന് പറയുമ്പോൾ 0.03 ആണോ 0.9 ആണോ അടുത്ത വാല്യൂ? 0.09 അല്ലേ അടുത്ത വാല്യൂ? അപ്പോൾ ആ വാല്യൂ എടുത്താൽ മതി. അപ്പോൾ 0.29 എന്ന് എഴുതാം. ഓക്കെ, നിർബന്ധമില്ല. അല്ലെങ്കിൽ ഇന്റർപോളേഷൻ വെച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുക. അപ്രോക്സിമേറ്റ് ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട്. അപ്പോൾ ഞാൻ ഇതെടുത്തേക്കുന്നത് 2.07 ആണ് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ സെലക്ട് ചെയ്യും. ദാറ്റ് ഇസ് ഇക്വൽ ടു ഇതിനടുത്ത 2.07 അടുത്തുള്ള വാല്യൂ ഏതാണെന്ന് നോക്കുക. 2.09 അല്ലേ അടുത്ത വാല്യൂ? 0.03 എന്ന് പറയുമ്പോൾ ഒത്തിരി താഴെയുള്ള വാല്യൂ അല്ലേ? അപ്പോൾ 2.29. പേ നമ്പർ 28. ഓക്കെ, ഫ്രം പേ നമ്പർ 28, ഫ്രം isentropic flow table, gamma is equal to 1.4, A2 by A star is equal to 2.076, which implies Mach number is equal to M2 is equal to 0.29. Okay, M2 is equal to 0.29. 2 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, സൂപ്പർ സോണിക്കിൻ്റെ വാല്യൂ ഉണ്ട്. അത് എടുക്കത്തില്ല, കാരണം അതെന്തോ ഇത് ഡൈവേർജിങ് ടൈപ്പ് ഡിഫ്യൂസറാണ് വരുന്നത്. അപ്പം ഫ്ലോ വേരിയേഷൻ ഉണ്ട്, അക്കർ ചെയ്യുന്നില്ല. ഫ്ലോ വേരിയേഷൻ ഇല്ലറ്റ് സബ്സോണിക് ആയതുകൊണ്ട് എക്സിറ്റ് എന്തായിരിക്കും? സബ്സോണിക് ആയിരിക്കും. അപ്പോൾ മാർക്ക് നമ്പർ എന്ന് പറയുന്ന വാല്യൂ <1 ആയിരിക്കും. അതുകൊണ്ട് 0.29 വാല്യൂ തന്നെ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാം എളുപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോബ്ലം. നമുക്ക് എക്സിറ്റിലെ മാർക്ക് നമ്പർ കണ്ടുപിടിച്ചു, എക്സിറ്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം, എക്സിറ്റിലെ ടെമ്പറേച്ചർ വാല്യൂസ്, പ്രഷർ, ആ വാല്യൂസ് എല്ലാം നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തോളെ. A2 by A1 എഴുതിയോളെ. P2 divided by P1. P2 divided by P1 is equal to P2 divided by P0, the whole divided by P1 divided by P0, where M2 is equal to 0.29, where M1 is equal to 0.8. Okay, M1 is equal to 0.8. 0.29 എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ എത്ര? പേജ് ഇവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, പേജ് നമ്പർ 28. 0.8 കറസ്പോണ്ടിങ് പേ നമ്പർ എന്ന് പറയുന്നത് എത്ര? 0.8. 0.8 പേ നമ്പർ വരുന്നത് 30. ഇത് 28, പേജ് 30. ഓക്കെ, ദാറ്റ് ഈസ് P2 ഡിവൈഡ് ബൈ P1. നിങ്ങൾ ഡാറ്റ ബുക്ക് വെച്ച് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. 0.29 0.943. 943 divided by P1 by P0, approximate value 0.656. Okay, therefore that is equal to 1.46. 1.46. Therefore P2 is equal to 1.46 into P1. What is the value of P1? P1 is equal to 0.5 into 10 raised to 6. 0.5 into 10 raised to 6. Okay, P2 is equal to 0.73 into 10 raised to 6 Newton per meter square. Now we find out the value of exit pressure.
Similarly, we can find out the value of exit temperature, that is T2 divided by T1 is equal to T2 divided by T0 the whole divided by T1 divided by T0. Okay, that is T2 divided by T1 is equal to T2 divided by T0 the whole divided by T1 divided by T0. Okay, that is equal to M2 corresponding value, that is equal to M1 corresponding value. M2 is equal to 0.29 and M1 is equal to 0.8. Okay, this is page number 28, page number 30, page number 28, page number 30, page number 28 and page number 30. That is equal to approximately T2 divided by T1 is equal to T2 divided by T0 is equal to 0.9834 divided by T1 divided by T0 0.8865. That is equal to ratio 1.095. Therefore, T2 is equal to 1.095 into T1. T1 is equal to, what is inlet temperature? 60 degrees. 60 degrees is equal to 333 Kelvin. That is equal to 333. That is T2 is equal to 369.46 Kelvin. 369.46 Kelvin. Okay, now we have to find out the percentage change in impulse function ratio. Okay, we have to find out the percentage change in impulse function. Okay, we have to find out the percentage change in impulse function. Therefore, we have to find out what is F2 minus F1 divided by F1 into 100. That is a percentage change in, that is the percentage change in impulse function. Okay, that is F2 minus F1 എന്ന് പറഞ്ഞാൽ ചേഞ്ച്. എത്ര ചേഞ്ച് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്തോ ഇനീഷ്യലുമായിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്, ഇനിഷ്യലുമായിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്, ആദ്യം എത്ര ഉണ്ടായിരുന്നോ അതുമായിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കും, ആ ഡിഫറൻസ് ഇനിഷ്യലിൽ നിന്ന് എത്ര വേരിയേഷൻ ആണ് ഉണ്ടായത്, ദാറ്റ് ഈസ് F2 minus F1 divided by F1 into 100 ആ വാല്യൂ. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ നമ്മളിപ്പോൾ ചെയ്തായിരുന്നല്ലോ വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു F2 divided by F1 is equal to F2 divided by F star the whole divided by F1 divided by F star. Okay, the M2 is equal to 0.29, that is M1 is equal to 0.8. The corresponding ratios for F2 divided by F1, that equivalent value, that is equal to 1.745 divided by 1.018, that is equal to 1.741. Okay, that is F2 divided by F1, that is F2 divided by F1 is equal to 1.7141. Okay, that is equal to, we have to find out the percentage change in impulse function, that is F2 minus F1 divided by F1. We have to find out this value. Okay, that is equal to F1 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, that is equal to F2 divided by F1 minus 1. Okay, what is F2 minus F1? F2 divided by F1, that is equal to 1.7141 minus 1. Okay, that is equal to 0.7141. Okay, we have to find out the percentage value into 100. That is 0.7141 into 100. That is equal to 71.41%. 71.41%. വളരെ എളുപ്പമല്ലേ? എന്നുവെച്ചാൽ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത്, ഒറ്റ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കാമെങ്കിൽ പിന്നെ അതിൻ്റെ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, there is another question. A nozzle in a wind tunnel gives a test section of Mach number 2. A nozzle in a wind tunnel gives a test section of Mach number 2. ഈ വിൻഡ് ടണലിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ നേരത്തെ ചെയ്തത്. വിൻഡ് ടണൽ ആകുമ്പോൾ ഷേപ്പ് എന്ത് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് ടൈപ്പ് ഒരു നോസിൽ വരും അല്ലേ, നോസിൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വിൻഡ് ടണൽ വരുമ്പോൾ അവിടെ വരുന്ന ഷേപ്പ് എന്തായിരിക്കും, ഒരു കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് ടൈപ്പ് നോസിൽ വരും. അതിൻ്റെ അവിടെ എന്തുകൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ടെസ്റ്റ് സെക്ഷൻ ഉണ്ട്. എക്സിറ്റ് പോർഷൻ അല്ലേ ടെസ്റ്റ്, നേരത്തെ ചെയ്തല്ലേ ഇതേലത്തെ ഒരു പ്രോബ്ലം, ടെസ്റ്റ് സെക്ഷൻ. ഓക്കെ, വിച്ച് നോസിൽ ഫ്രം എ ലാർജ് റിസർവയർ. ഇത് സിമിലർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് അല്ലേ. എവിടുന്ന ഫ്ലോ എക്കർ ചെയ്യുന്നത്, ഒരു റിസർവയറിൽ നിന്നാണ് ഫ്ലോ എക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ടെസ്റ്റ് സെക്ഷൻ ഉണ്ട്. ഓക്കെ, ദ റിസർവയർ അറ്റ് 0.69 bar, therefore pressure is at stagnation condition. Pressure is at stagnation condition, therefore P0 is equal to
P0 is equal to 0.69 bar and temperature T0 is equal to 310 Kelvin. The cross-sectional area at the throat, that is A star is equal to 1000 centimeter square. A star is equal to 1000 centimeter square. 1000 centimeter square. Determine the following quantities of tunnel for isentropic flow. Pressure, temperature, velocity at the throat, that is equal to P star. We have to find out P star, T star, velocity, that is C star at throat section, and test section. Test section is equal to suppose 2. Test section, suppose T on represent. Test section or T. That is equal to, we have to find out PT, T, test temperature at the test section. That is equal to CT, that is velocity at the test section. Area of cross section at the test section, that is area of cross section at the test section. Mass flow rate, that is equal to M, and power required. We have to find out what is the power required to drive the compressor. Okay. A nozzle in a wind tunnel gives a test section of Mach number 2, that is MT. Exit Mach number value, that is equal to 2 value. Air enters the nozzle from a large reservoir. Air enters from the nozzle from a large, therefore it is at a stagnation condition. So, here the properties are M2 കിട്ടി. ഇവിടുത്തെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടുത്തെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ ത്രോട്ടിലെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തുവാ? M2 തന്നിട്ടുണ്ടല്ലോ, സ്റ്റാഗ്നേഷൻ തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? P2 കണ്ടുപിടിക്കാം. P2 എങ്ങനെയാണ് ചെയ്യുന്നത്? M2 is equal to 2, therefore P by P0 കണ്ടുപിടിക്കാം. P by P0 ഓൾറെഡി ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. P2 കണ്ടുപിടിക്കാം. ഓക്കെ, M2 is equal to 2 അല്ലേ? അപ്പോൾ മാർക്ക് നമ്പർ 2 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? ഡേറ്റ ബുക്ക് എടുക്കുക നേരെ. ദാറ്റ്സ് എമ്മിൻ്റെ വാല്യൂ എനിക്കറിയാമെങ്കിൽ എന്തുവാ? P by P0, P2 by P0 അല്ലേ? ഓൾറെഡി ക്വസ്റ്റിന് P0 തന്നിട്ടുണ്ട്, സ്റ്റാഗ്നേഷൻ റിസർവയറിലെ വാല്യൂ P2 കിട്ടി. നെക്സ്റ്റ് വൺ ഓൾറെഡി ക്വസ്റ്റിന് അത് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ദെൻ എന്ത് കിട്ടും? T2ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഡയറക്റ്റ് വാല്യൂ കിട്ടാമല്ലോ. ഡയറക്റ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ C2ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? C2ൻ്റെ വാല്യൂ M2 is equal to C2 divided by A2. T2 അറിയാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, C2ൻ്റെ വാല്യൂ കിട്ടും. പെട്ടെന്ന് ചെയ്തുകൂടെ ആൻസർ? ഓക്കെ, ചെയ്യാം. വാ. Okay, that is equal to okay, we have to find out these values at the throat. Okay, first one at throat M is equal to 1. Okay, at the throat condition, what is the value of Mach number M? That is equal to 1. Okay, what is the value of Mach number? That is equal to, at throat condition, Mach number is equal to 1. Therefore Mach number is equal to 1 at throat condition. Okay, throat condition Mach number എന്ന് പറയുന്ന വാല്യൂ 1. അങ്ങനെയാണെങ്കിൽ P1 by P0, T1 by T0 values നോട്ട് ചെയ്യാം. That is equal to P1 by P0 is equal to 0.528. That is page number. Mach number is equal to 1, page number 31. Page number 31. Okay, P1 by P0. Okay, throat condition അല്ലേ? throat condition ആകുമ്പോൾ അത് 1 ആണോ 2 ആണോ? throat condition എന്ന് പറയുമ്പോൾ 1 ആണോ 2 ആണോ? 1 അല്ല 2 അല്ല. throat എന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ കണ്ടീഷൻ. അപ്പോൾ ഇതെന്ത് വരും? P star എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ത്രോട്ട് കണ്ടീഷൻ ആകുമ്പോൾ പ്രഷറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ കണ്ടീഷനാണ് P star എന്നാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. therefore P star is equal to 0.528 into P0. P0 is equal to 0.69 bar അല്ലേ? 0.69 bar. Okay, that is equal to P star is equal to 0.69 into 0.528, that is equal to 0.346. P star is equal to 0.364 bar. Okay, pressure at throat condition. We have to find out the pressure, temperature and velocity at the throat condition. That is pressure at the throat condition. That is P star is equal to 0.364. Okay, next one we can find out the value of temperature. Similarly, that is T by T0. That is T star divided by T0. T star divided by T0. Mach number is equal to 1. That is equal to 0.834. Same way. This is equal to 0.834. Therefore, T star is equal to 0.834 into T0. T0 is equal to 310. That is T star is equal to approximately T star is equal to 258.54 Kelvin. Okay, 258.54 Kelvin. Now we have to find out the pressure,
temperature, next one velocity. Okay, we know that Mach number is equal to 1. Mach number is equal to 1 at throat condition. Therefore, C is equal to A. That condition is known as critical condition. That is C star is equal to A star. That is C star is equal to A star. That is square root of gamma R T star. Okay, that is equal to gamma square root of 1/4 into 287 into T star. T star is equal to 258. 258.54. 258.54. That is C star is equal to approximately. This C star is equal to approximately, that is equal to 1.4 into 287 into 258.54. That is equal to approximately 322. 322.31 meter per second. Okay, for first part okay ആയി. Pressure, temperature, velocity at the throat section value find out ചെയ്ത്. Next one എന്താ പറയുന്നത്? Test sectionലെ value find out ചെയ്യണം. Test sectionലെ value നമുക്ക് എന്ത് ചെയ്യണം? Find out ചെയ്യണം. Okay, test sectionലെ value find out ചെയ്യാനായിട്ട് test sectionലെ എന്തറിയാം? Mach numberന്റെ value അറിയാമല്ലോ. പെട്ടെന്ന് ചെയ്യാമല്ലോ. Okay, now we have to find out the properties at the test section. That is Mach number. That is Mach number at the test section. That is equal to 2. Okay, that is Mach number is equal to 2. At the test section, Mach number is equal to 2. Mach number is equal to 2. That is isentropic flow table. Gamma is equal to 1.4. Page number 34. Test section Mach number is equal to 2. From this, we can find out the value of T by T0. That is equal to 0.555 and P by P0. That is 0.2128. Okay, 0.555 and 0.128. Okay, note down these values. Okay, that is equal to P by P0. Test section ആയതുകൊണ്ട് അത് PT എന്ന് ഞാൻ എഴുതാം. P by P0 വാല്യൂ എത്ര ആയിരുന്നു? ഫോർത്ത് കോളം 0.128. 0.128. Similarly, T divided by T0. Test section corresponding temperature, that is equal to 0.555. That is page number 34. Page number 34. Which implies PT is equal to 0.128 into P0. That is 0.128 into P0. Stagnation pressure, that is equal to 0.69. 0.69. That is PT. And pressure is equal to 0.0883 bar. 883 bar. Similarly, temperature at the test section is equal to 0.555 into stagnation temperature 310. 310. That is T is equal to approximately 172.05 Kelvin. Okay, temperature and pressure at the throat section. We find out the value of temperature and pressure at the throat section. Now we have to find out the velocity at the throat. At the test section. Now we find out the temperature and pressure at the test section. Now we have to find out the value of velocity at the thread section. We know that velocity at the test section, mt is equal to ct divided by at. Therefore, ct is equal to mt into square root of gamma r t. Okay, test section, that is equal to mt. Velocity Mach number at the test section, that is equal to 2. Okay, 2 into square root of gamma is equal to 1.4 into 287 into temperature to find out is 172.05. Okay, that is ct is equal to velocity at the test section. Velocity at the test section is equal to approximately 525.86 meter per second. Okay. Pressure, temperature, velocity at the throat and test section. These values we already find out here. Next one, area of cross section at the test section. That is, we have to find out the value of A2. We have to find out the value of A2. We have to find out the value of A2. Okay, we know that A2 divided by A star is equal to, what is the value? A2 divided by A star. M2 corresponding at value is M2 test section. Test section.
2. That is equal to 1.687. 1.687. 1.687. Page number 34. That is MT is equal to 2. This term corresponding to value in QT. Okay, that is AT is equal to 1.687 into A star. Okay, A star on the value that is equal to 1000 centimeter square. Question value. Okay, that is equal to 1.687 into 1000. Into 1000, that is equal to 1687 centimeter square. That is the area at the test section. Okay, area at the test section. So, this values I. Next one is mass flow rate. That is mass flow rate. M is equal to rho 1 A1 C1 അല്ലെങ്കിൽ rho star A star C star അതല്ലെങ്കിൽ rho 2 A2 C2. ഏത് വാല്യൂ വെച്ച് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് rho star A star C star. Mass flow rate കോൺസ്റ്റന്റ് അല്ലേ? That is equal to P star R T star into A star into C star. Okay, that is equal to P star critical pressure 0.3464 അല്ലേ? 0.0364 അത് ബാറിലല്ലേ? into 10 raised to 5 into 10 raised to 5 divided by 287. 287 എന്തോ എവിടെ നിന്ന് 10 raised to 5 വന്നേ? അത് ബാറിലായതുകൊണ്ട് 10 raised to തന്നിരിക്കുന്ന യൂണിറ്റ് ബാറാ, therefore into 10 raised to 5. Okay, R into 287 into T star critical temperature, that is equal to 258.54. 258.54 into A star, that is equal to 1000 into 1000 centimeter square ആണ്. അതിന് എന്ത് ചെയ്യണം? മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാം. 10 raised to -2 ആകുമ്പോൾ 1 മീറ്റർ ആയി, 10 raised to -2 ആകുമ്പോൾ നെക്സ്റ്റ് മീറ്റർ ആയി. മീറ്റർ സ്ക്വയർ അല്ലേ? മീറ്റർ ഇൻറ്റു മീറ്റർ into C star. C star is the velocity at the throat section, that is equal to 322.31. 322.31. That is M is equal to 15.81 kilogram per second. Approximately mass flow rate is equal to 15.81 kilogram per second. Mass flow rate value find out ചെയ്യണം. rho 1 A1 C1 is equal to rho 2 A2 C2 is equal to rho star A star C star. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും ബൈ ലോ കൺസർവേഷൻ ഓഫ് മാസ്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് M is equal to 15.81 കിലോഗ്രാം പെർ സെക്കൻഡ്. എളുപ്പമല്ലേ? അപ്പോൾ എന്ത് കിട്ടി? മാസ് ഫ്ലോ റേറ്റിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദി കംപ്രസർ. പവർ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഹീറ്റ് സപ്ലൈഡ് തന്നെയല്ലേ? നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ആണല്ലോ എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? പവർ റിക്വയർഡിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർമുല എന്തുവാ? നിങ്ങൾ ഓൾറെഡി തെർമോഡൈനാമിക്സിനകത്ത് പഠിച്ചിട്ടുള്ള Q is equal to mCp delta T. ഓക്കെ, P is equal to mCp delta T ആണ് ഇക്വേഷൻ. ഓക്കെ, mCp delta T ആണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു M മാസ് ഫ്ലോ റേറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു M into Cp into delta T. ഇവിടെ തെറ്റുന്നത് delta T എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദി മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ്. ആ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഈസ് ഈക്വൽ ടു T0 minus TT ആവാൻ. ഇതാ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മൈനസ് ദറ്റ് ഈസ് എക്സിറ്റ് ടെമ്പറേച്ചർ വാല്യൂ. T0 മൈനസ് T എന്ന് പറയുന്ന വാല്യൂ പോയിന്റ് ഓർത്തിരുന്നോണേ. ദറ്റ് ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിലെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്ന വാല്യൂ ദറ്റ് ഈസ് T0 മൈനസ് ദറ്റ് ഈസ് എക്സിറ്റിലെ വാല്യൂ വരുന്നത്. ഓക്കെ, അത്രയല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ M ഈസ് ഈക്വൽ ടു വാല്യൂ എത്രയാണ് കിട്ടിയത്? 15.81 into Cp. എയറിന്റെ വാല്യൂ എത്ര? 1.005 into T0 is equal to 310 minus that is equal to 172.05. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്ന വാല്യൂ 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനല്ലേ കൊടുത്തത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്തിലായിരിക്കും? കിലോ വാട്ടിലായിരിക്കും റിസൾട്ട് കിട്ടുക. P is equal to 2191.81 കിലോ വാട്ട് ഇൻറ്റു 10⁻³ എന്ന് കൊടുത്തിരുന്നത്. ഇപ്പോൾ എന്താ 1.00 എയറിൻ്റെ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ എത്ര? 1.005 അല്ലേ? കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അല്ലേ? കിലോ ജൂളിലാണ് വാല്യൂ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്തിലായിരിക്കും? കിലോ വാട്ടിലായിരിക്കും വാല്യൂ കിട്ടുക. ഇതാ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. വീഡിയോ റിപ്പീറ്റ് ആയിട്ട് കാണുക, എന്നിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഇത്തിരി സ്പീഡിൽ പറയാനുള്ള കാരണം ഈ വീഡിയോ ഇപ്പോൾ തീരുമ്പോൾ 30 മിനിറ്റോളം ആകുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. അത് കുഴപ്പമില്ല, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതോടുകൂടി എന്ത് പറഞ്ഞേക്കുന്നത്? ഈ ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് കംപ്ലീറ്റ് പ്രോബ്ലംസും സോൾവ് ചെയ്തു. ഏകദേശം ഒരു 9 പ്രോബ്ലത്തോളം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നോട്ടിനകത്ത് ഒരു 3-4 പ്രോബ്ലം എക്സ്ട്രാ കിടപ്പുണ്ട്. ഇത് 1-2 പ്രോബ്ലം ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് ചെയ്തുകൊണ്ട് അത് കൂടാതെ എക്സ്ട്രാ പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ലൈവ് ക്ലാസ്സിനകത്ത് കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ പറയാം. ഓക്കെ, താങ്ക് യു.